സൗദിയിൽ നിന്നും വിസ റദ്ദ് ചെയ്ത് ഫൈനൽ എക്സിറ്റിൽ പോകുന്നവർ ഇക്കാമ കാലാവധിക്ക് മുൻപ് സൗദി വിട്ടുപോയില്ലെങ്കിൽ ഇനി വിനയാകും. നേരത്തെ ഫൈനൽ എക്സിറ്റ് വിസ ലഭിച്ചവർക്ക് സൗദി വിട്ടുപോകാൻ 2 മാസത്തെ സമയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ചറിയൽ രേഖയിൽ 2 മാസത്തിന് താഴെയാണ് കാലാവധിയുള്ളതെങ്കിൽ പെട്ടെന്ന് സൗദിയിൽ നിന്നും തിരികെ പോകേണ്ടതുണ്ട്. തൊഴിൽ വിസ ക്യാൻസൽ ചെയ്ത് സൗദി അറേബ്യയിൽ നിന്നും തിരികെ പോകുന്നവരെ ഫൈനൽ എക്സിറ്റിൽ പോകുന്നവരെന്നാണ് പറയാറുള്ളത്. ഇത്തരത്തിൽ തിരികെ സ്വരാജ്യത്തേക്ക് പോകുന്നവർ നിശ്ചിത സമയത്തിനുള്ളിൽ സൗദി വിട്ടു പോയില്ലെങ്കിൽ ഹുറൂബിലാക്കിയവരുടെ പട്ടികയിൽപ്പെടും. സ്പോൺസറെ വിട്ട് ഒളിച്ചോടിപ്പോയവരെയാണ് ഹുറൂബിലായവരെന്ന് പറയാറുള്ളത്. മുമ്പ് ഫൈനൽ എക്സിറ്റ് വിസ നേടിയ തീയതി മുതൽ 2 മാസം വരെ സൗദിയിൽ തങ്ങുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തെ പരിഷ്കരിച്ച നിയമമനുസരിച്ച് എക്സിറ്റ് വിസ ലഭിക്കുന്ന സമയത്ത് ഇക്കാമയിൽ 2 മാസത്തിന് താഴെയാണ് കാലാവധിയുള്ളതെങ്കിൽ ഇക്കാമയിലുള്ള തീയതി വരെ മാത്രമേ സൗദിയിൽ തങ്ങുവാൻ അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ. പരിഷ്കരിച്ച നിയമത്തെക്കുറിച്ച് ശരിയായ അവബോധമില്ലാത്ത പലരും ഇക്കാമയിൽ കാലാവധിയില്ലാതെ 2 മാസം വരെ സൗദിയിൽ തങ്ങിയതു കാരണം നാട്ടിൽ പോകാനാവാതെ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു വരുന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പലരും ഹുറൂബിൽ അകപ്പെട്ടതായാണ് ലഭ്യമാകുന്ന വിവരം. ഒരു തൊഴിലാളി ജോലി അവസാനിപ്പിച്ച് സൗദിയിൽ നിന്നും എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇക്കാമയ്ക്ക് 30 ദിവസമെങ്കിലും കാലാവധി വേണമെന്നാണ് സൗദി ജവാസത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.